കഴിഞ്ഞ 7 വർഷങ്ങളായി 6 വോളിയങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് കുഞ്ഞു പെങ്ങളുടെ കല്യാണം. താൽബോയ്സിന്റെ ബാനറിൽ തൻസീർ കൂത്തുപറമ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ഒരു സീരീസ് പോലെ വർഷം തോറും പെരുന്നാളിൻ്റെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. അതിനകത്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ ആങ്ങളമാരാണ് ഈ കാരണവരുടെ സ്ഥാനത്ത് തുടങ്ങിയാൽ താജുക്ക, അതുപോലെ അബ്ദുച്ച, നിസാമ്, പിന്നെ മറ്റൊരു ബ്രദറായിട്ട് തൻസീർ. അങ്ങനെ ഇവരുടെയൊക്കെ ഈ ഒരു കഴിഞ്ഞ കാലത്തെ എല്ലാ കുഞ്ഞുമക്കളുടെ കല്യാണത്തിൻ്റെ ഓരോ വോളിയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഈ വർഷത്തെ കുഞ്ഞുമക്കളുടെ കല്യാണത്തിൽ നമ്മൾ സ്വന്തം സലീം പുറത്തൂരും പിന്നെ ഞാനും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഓരോ വേഷത്തിലെത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇത്രയും 2020 സിനിമയിലൊക്കെ ഉള്ള സ്റ്റോറി ഉണ്ടാക്കുന്ന പോലെ ഇത്രയും കഷ്ടപ്പെട്ട് കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തൻസീർ തന്നെയാണ്. ഈ കഥ സംവിധായകന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഷാനിഫയിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്ന ചില സമയത്ത് ഷാനിഫ് ഇങ്ങനത്തെ ആണെന്ന് ഞാൻ കാണുന്നത്. കാരണം ഇത് ഇടയ്ക്ക് അതായത് സീൻ ബൈ സീൻ ഇങ്ങനെ ഓർഡറിലെല്ലാം എടുത്തു പോകുന്നത്. ഇത് കഴിഞ്ഞതിനോട് ജോയിൻ്റ് ആക്കുന്ന കുറേ സീക്വൻസ് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന അടുത്ത ഓഡിയത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങൾക്കുള്ള സീക്വൻസ് എടുത്തു വെക്കുന്നുണ്ട് ഇപ്പം തന്നെ. അതിനിടയിൽ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ നേരത്തെ നിൽപ്പിച്ച് വേറൊരു കോലത്തിൽ അതൊരു സർപ്രൈസ് ആണ്, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, വേറൊരു രൂപത്തിലേക്ക് വേറെ ഗെറ്റപ്പിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരു പ്രിയാപ്പിളാന്നൊക്കെ പറഞ്ഞ് കൂട്ട് കയ്യൊക്കെ ഇട്ടാൽ എങ്ങനെയെങ്കിലും നിർത്തിയിട്ടുണ്ട്. ഒരു മണവാട്ടിയപ്പുറത്തുണ്ട്. അതുപോലെ നായകന്മാരെ പോലെ തന്നെ ഇത്രയും പേർക്കുള്ള നായകന്മാരും എല്ലാം ചേർന്ന് എന്നാൽ ഒരു കുടുംബത്തിൽ നമ്മൾക്ക് ചുറ്റുപാടുകളൊക്കെ നടക്കുന്ന കഥകളോട് ഒരുപാട് സാമ്യമുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കഥകളെയൊക്കെ ഒരു സ്ക്രീൻ പ്ലേയിലൂടെ നമുക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ 7ാം ദിനത്തിൽ ബാക്കി ഈ ചെറിയ 6 പിന്നെ എപ്പിസോഡ്സിൽ അഭിനയിച്ച താജുക്ക ആധികാരികമായിട്ട് നിങ്ങളോട് പറയും. അസ്സലാമു അലൈക്കും, നമസ്കാരം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു അവസരത്തിലേക്ക് ആൽബം മീഡിയയുടെ 18 വർഷത്തെ അനുഭവം വെച്ച് വരുന്നതാണ്. എൻ്റെ ഏതൊരു വിജയത്തിൻ്റെയും പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ നേരെപോലെ നേരെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഷാഫി സഹോദരൻ ഇന്ന് മലയാള സിനിമയിൽ വലിയൊരു നായകൻ്റെ കൂടെ നല്ലൊരു വേഷം ചെയ്ത് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ സിനിമയാണ് ആൽബം. ഞങ്ങൾ വന്ന മാർഗം അതാണ്. ആൽബം മീഡിയയിൽ താൽബോയ്സിൻ്റെ കൂടെ ഞങ്ങളുടെ വലിയേട്ടനായിട്ട് എന്നെ ഇവരൊക്കെ അവതരിപ്പിക്കുന്നു. എൻ്റെ അനുജന്മാരായിട്ട് അത്തുബായി, നിസാംബായി, തൻസീർ ബായി, പിന്നെ കുഞ്ഞു പെങ്ങളായിട്ട് ഞങ്ങളുടെ വിസ്മയം. അവരുടെ കൂട്ടത്തിൽ എനിക്ക് സത്യം പറയാൻ വളരെ അധികം ബഹുമാനം തോന്നുന്നു. മാതൃകാപരമാണ്. കാരണം ചില ആൾക്കാർ, ചില താരങ്ങൾ എന്തെങ്കിലും ഒരു ബ്രൈറ്റ്നസ് കിട്ടിയാൽ വന്ന വഴി മറക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. പക്ഷേ ആൽബം വീഡിയോയിൽ വിളിപ്പുറത്ത് തന്നെ തൻസീറിൻ്റെ കൂടി ഞങ്ങളുടെ വന്ന മലയാള സിനിമയുടെ താരം കൂടെയായ എൻ്റെ ഈ ഞങ്ങളുടെ വർക്കിൽ 7 കൊല്ലം എന്ന് പറഞ്ഞ് ചേർത്തില്ല. ഒരു കലാജീവിതത്തിൽ 7 വർഷം. പിന്നെ എനിക്ക് കലാഫീൽഡിൽ പണ്ടേ ഉള്ളൊരു ബ്രദറാണിത്. പക്ഷേ ഞാൻ ചേർത്ത് വെച്ച എന്നെ ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ഞാൻ എന്നും എവിടെയും പറയും, അഭിമാനമാണ് തൻസീർ എന്ന് പറയുന്ന താൽബോയ്സിൻ്റെ വർക്കിൽ അഭിനയിക്കുക, പാടുക എന്നൊക്കെ പറയുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ആയുസ്സുള്ള കാലം എത്ര വലിയ ഉന്നതികൾ നിങ്ങൾ ആരും എത്തിയാണ് താൽബോയ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു ഗോളിൽ എത്ര കാലം നിലനിൽക്കും നിങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെ നിലനിർത്തിയിട്ടാണ്. സന്തോഷവും പെരുന്നാളും നമുക്ക് അത്യുച്ചമുണ്ടെന്നില്ല. കുഞ്ഞുമക്കളുടെ കല്യാണം 7ാം വോളിയത്തിലേക്ക് എത്തുകയാണ്. ബാക്കിയുള്ള 6ലും നമ്മളെ കൂടെ പ്രഗത്ഭരായ കലാകാരന്മാരൊക്കെ വന്നു പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്വന്തമായി കിട്ടിയ എന്ന് തന്നെ പറയാം, നമ്മുടെ മലയാളത്തിൻ്റെ താരം എന്ന് പറയും, നമ്മളെ മാപ്പിളപ്പാട്ടിൻ്റെ നമ്മളെ മനസ്സിൽ എന്നും ചേർത്ത് വെക്കുന്ന പ്രിയ ഗായകൻ കൊല്ലം ഷാഫിയും അതുപോലെ സെലീം കൊടുത്തൂരും നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷമാണ്. പ്രത്യേകിച്ച് തൻസീർ അത്രയും ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു സിനിമയുടെ ടെൻഷൻ അടിക്കുന്ന പോലെയാണ് ഈ ആൽബം എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിജയം ബഡ്ജറ്റ് അങ്ങനെ ആയിരിക്കും. അപ്പൊ തീർച്ചയായും പെരുന്നാൾ ഇതൊരു മഹാസംഭവമാവാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ആയിത്തീരട്ടെ, ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ. വീണ്ടും കാത്തിരിക്കുന്ന പിന്നെ എന്താ പറയുക ആ അവസ്ഥയിലേക്ക് ഇതിനെ സംസാര വിഷയമാക്കി മാറ്റട്ടെ ഓഡിയൻസ്. എന്നാൽ അതിൻ്റെ അടുത്ത ബോഡി എന്ന് വരും എന്നുള്ള കാത്തിരിക്കുന്നില്ല. അത്രയും ഹാർഡ് വർക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ക്യാമറ സൈഡിലും ലൈറ്റിങ്ങിലും അതുപോലെ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന
വലിയ ഹാർഡ് വർക്ക് തന്നെ. കാരണം ഒരുപാട് 150-ൽ പരം താരങ്ങൾ, ചെറുതും വലുതുമായ താരങ്ങൾ എല്ലാവരും ഒരേപോലെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് ഈ ലൊക്കേഷൻ. ഇവിടെ ഇപ്പോൾ ചെറുപ്പം മനോഹരമായ നോമ്പുറ നമുക്ക് വേണ്ടി ഒരുക്കി. അതിനുശേഷം വളരെ മനോഹരമായ ഒരു ബിരിയാണി സൽക്കാരം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് നമ്മളെ ശരിക്കും പരിഗണിച്ചുകൊണ്ട് ഒരുപാട് നല്ല പരിഗണന, അതായത് ഹോസ്പിറ്റാലിറ്റി ഈ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ അനുഭവം തോന്നുന്നത് വലിയ സത്യം. ഞാൻ താൽബോയ്സിൻ്റെ ഒരു വർക്കിൽ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അത് ഈ സമയത്ത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഓഡിയൻസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഷാഫിഖാനെ വെച്ചിട്ട് നമ്മളൊരു 3-4 കൊല്ലം മുന്നേ താജുക്ക് ഒരു വർക്കിന് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ അത്രയും എന്തെങ്കിലും ചർച്ചയാവുന്ന ഒരു വർക്ക് കാണാം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു വർക്കിൻ്റെ ഒരു സംഭവം ത്രെഡ് കിട്ടിയ മനസ്സിൽ ഷാഫിഖിന് ചെയ്യുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ സ്റ്റാർ മാജിക്കിലും അതുപോലെ മൂവിയിൽ വന്നതിന് ശേഷം ആൽബങ്ങൾ കുറവാണ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതോടൊപ്പം കാരണം ഒരു ആൽബം വേദിയിൽ ഒരുപാട് വ്യത്യസ്തമായ ഹിറ്റുകൾ നൽകിയ ഒരു താരമാണ്. രചന കൊണ്ടും അഭിനയം കൊണ്ടും പാട്ട് കൊണ്ടും അതോടൊപ്പം ഷാഫി കൊല്ലം സ്വന്തമായിട്ട് ചെയ്ത വർക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പെങ്ങളുടെ കല്യാണം എന്ന ഒരു ഇത്രയും കാലത്തെ വർക്കിൻ്റെ അഭിമാനകരമായ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ആൽബം മേക്കിങ്ങിൽ ഒരുപാട് സാധ്യതകൾ നമുക്ക് നൽകിയ ഷാഫി കൊല്ലം പോലുള്ള കാര്യങ്ങൾ വന്ന് ചേരുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും താൽബോയ്സിൻ്റെ പേര് ഈ വല്യക്ക എന്ന നിലയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷമാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ താൽബോയ്സിൻ്റെ കൂടെ നമ്മുടെ വർക്കിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരാൻ പറ്റിയതിലും അതുപോലെ ഷാഫിക്ക, സലീംക്ക, താജുക്ക, അത്തക്ക, നിസാം, ഒരുപാട് ആൾക്കാർ വേറെ ആർട്ടിസ്റ്റുമാരുണ്ട്. അത് ബാക്കിയുള്ള ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ സീനാകുന്നതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് മാറിക്കുന്നത് മണിക്കൂറെടുക്കും. നമ്മളില്ലാത്ത സീക്വൻസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സിനിമയിലൊക്കെ വന്ന് ചോദിക്കുന്ന പോലെ സിനിമയിലാണ് ഞാൻ 1-2 സിനിമയൊക്കെ അഭിനയിക്കാൻ പോയപ്പോൾ ആ അനുഭവമുള്ളൂ. സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയപ്പോൾ ഉള്ള അനുഭവം പോലെ തെൻസീർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അഭിനയിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് പാവുന്നുണ്ട്. അഭിക ബോറടിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ? തെൻസീറിന് ചുറ്റും നിൽക്കുന്ന കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെള്ളം വേണം, അതുപോലെ ആ ഒരു സാഹോദര്യ പരിഗണന, ഹോസ്പിറ്റാലിറ്റി ഞാൻ ഒരിക്കലും കൂടെ പറയുന്നു. അതൊരു വല്ലാത്തൊരു ഗുണം തന്നെയാണ്. അതുപോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് പറയാൻ വന്നാൽ അതല്ലായിരുന്നു. ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തൊരു അപാരമായ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഇടങ്ങേറ് പിടിച്ച പണിയാണ്. എല്ലാവരും ഒരേ ടൈമിൽ വളരെ ടെൻസ്ഡായിട്ടുള്ള ഒരു സീക്വൻസാണ്. കരയണം, അതേസമയം ദേഷ്യം പ്രകടിപ്പിക്കണം, ഫൈറ്റുണ്ട്. അതിനിടയിൽ ആരെയും മാസ്കാവാതെ നമുക്ക് ഈ സിനിമാക്കാരുടെ വലിയ യൂണിറ്റും സാമഗ്രികളും സന്നാഹങ്ങളൊന്നും ഇല്ലല്ലോ. ഈ 1-2 ക്യാമറകൾ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ലൈറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് ആരും പരസ്പരം മാസ്ക് ചെയ്യാതെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എന്നാൽ ഭാവങ്ങളിൽ യാതൊരു കുറവും വരുത്താതെ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് താജുക്കൊക്കെ എടുത്ത എഫേർട്ട് വളരെ വലുതാണ്. ഭയങ്കര നാച്ചുറലായിട്ട് ഞാൻ ആ ഒരു സീന് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്കുള്ളിൽ ഇങ്ങനെ ഭയങ്കര ബേജാറും സന്തോഷവും എല്ലാം ഉണ്ട്. കാരണം എല്ലാവരും ഒന്നിനൊന്ന് വെച്ചായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു സ്ഥലമാണ്. ആ സീക്വൻസ് എന്തായാലും ഈ ആൽബത്തിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും മികച്ചതായിട്ട് തോന്നാറുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം മത്സരിച്ച് അഭിനയിച്ച പോലെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. അതിനിടയിൽ ഇവർക്ക് വല്ല പരിക്കും പറ്റിയോന്ന് ഞാൻ ഭയങ്കര റിയാലിറ്റി ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് താജുക. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈറ്റിന്റെ സീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ മൂപ്പര് റൊമാൻസ് ഒക്കെ പിന്നെ മൂപ്പര് സ്വന്തമായിട്ട് നായികന്റെ കൂടെ അഭിനയിച്ച് കാണിക്കാമല്ലോ. മറ്റേത് അടിവാങ്ങണേ നമ്മൾ വാങ്ങണം. ആയിരുന്നു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അത് തന്നെയാണ് ഇന്ന് ഇവിടെ കാഴ്ചവെച്ചത്. ഭയങ്കര റിയാലിറ്റി ആയിരുന്നു, ഒറിജിനാലിറ്റി ആയിരുന്നു താജുഖാന്റെ ആക്ടിങ്. അതിനൊപ്പം തന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും ഒട്ടും കുറച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലുള്ള കോമഡി ഒക്കെ വേറെ താജുഖാൻ അതല്ല പറയുന്നത്. താജുഖാനെ വെയിൽ വീണ് കരയുമ്പോൾ അതിൻ്റെ ഇവരൊക്കെ ഭാരം താങ്ങേണ്ട ഒരു സ്ഥിതി വരുന്ന പല്ല് കടിച്ചു കൊടുത്തിട്ട് പതുക്കെ പറയണ നോക്കണ. ഇത് കേട്ടിട്ട് സഹിച്ച് ചിരിക്കാണ്ട് നിൽക്കുന്ന ഇവരെ സംഭവിക്കണം. എന്നിട്ട് ഇപ്പുറം വന്നിട്ട് ചിരിക്കുകയാണ്. അപ്പൊ ആർട്ടിസ്റ്റ് എന്നുള്ളത് പാടുന്ന പോലെ എളുപ്പമല്ല, അഭിനയം എന്നുള്ളത് ഉച്ചയൊക്കെ കുറെ കാലമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ചുരുക്കി പറഞ്ഞു സന്തോഷം. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.